എന്തൊക്കെ പാപങ്ങളാണ് ചെയ്തു കൂട്ടുന്നതെന്ന് നീ കണ്ടില്ലേ? സ്വത്ത് വീതം വെച്ച് കൊടുത്താൽ പിന്നെ അവരൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിനക്കറിയില്ല വസു, രക്തദാഹിയായ മൃഗവും സ്വാർത്ഥതയുള്ള മനുഷ്യനും ഒരുപോലെയാണ്. ആ മൃഗത്തിന് രക്തദാഹം തീരില്ല, ഈ മനുഷ്യർക്ക് സ്വത്തിനോടുള്ള ആർത്തിയും മാറില്ല. വീണ്ടും വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിക്കും. ചേച്ചി ആവശ്യമില്ലാതെ ഈ പേടിക്കുന്നേ. അങ്ങനൊന്നും സംഭവിക്കില്ല. ചേച്ചി എല്ലാം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്ക്. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്ന വസു. ഏട്ടൻ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിട്ടാ സ്വത്ത് ഭാഗം വെക്കാന്ന് തീരുമാനിച്ച്. എല്ലാം നന്നായിട്ട് നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ടും നല്ലത് സംഭവിക്കും ചേച്ചി. വന്നല്ലോ വനമാല. വാ വാ, അകത്തോട്ട് വാ. നമസ്കാരം മാഡം. വാ, ഈ മര്യാദ ഒന്നും ഇന്നലെ കണ്ടില്ലല്ലോ. കണ്ടാൽ കിളവിമാതിരി ഇരിക്കുമെന്ന് ഇന്നലെ വർണ്ണിച്ചല്ലോ. ക്ഷമിക്കണം മാഡം, അറിയാതെ പറഞ്ഞു പോയതാ. എന്റെ മരുമക്കളൊക്കെ എനിക്ക് നല്ല ട്രെയിനിങ് തന്നിട്ടുണ്ട്. കൈമണിയാണല്ലേ? ആ എടാ ഭാസ്കരേ, കൊച്ചുമോനെ, ഏടത്തി, ബസു, അബി, എല്ലാരും വാ. പലിശക്കാരൻ വന്നിട്ടുണ്ട്. പലിശക്കാരനാ? എന്താ മാഡം, അല്പം മര്യാദ തന്നൂടെ? വായി തോന്നിയതൊക്കെ പറയുന്നു. തനിക്ക് എന്തിനാ ഞാൻ മര്യാദ തരുന്നേ, ദരിദ്രവാസി? ഇന്നലെ താൻ പറഞ്ഞതിനേക്കാൾ ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. നമസ്കാരം മാഡം. ഈ പണം അയാൾക്ക് കൊടുത്തേ. അബി, ആദ്യം അയാളോട് മാപ്പ് പറയാൻ പറയേ. നിങ്ങളുടെ മക്കൾ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാപ്പ് തരണം, മാപ്പ് തരണം, മാപ്പ് തരണം. മാഡവും മാപ്പ് തരണം. എന്നോട് ആരാ പറയാ? അതെ മാഡം, നിങ്ങൾ ലേഡിയാണല്ലോ. ഐ ആം വെരി വെരി സോറി. കാശ് വാങ്ങിച്ചോ. ഇനിയെങ്കിലും വായി തോന്നിയതൊന്നും വിളിച്ചു പറയരുത്. കാശ് വേണമെങ്കിൽ ഇനിയും സമ്പാദിക്കാം, എന്നാൽ ജീവൻ പോയ തിരിച്ചു കിട്ടില്ല. ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇവർക്കും സ്വത്തുണ്ടായിരുന്നുവെങ്കിൽ എന്നോട് കടം വാങ്ങിക്കില്ലായിരുന്നല്ലോ. ഇനിയെങ്കിലും അവരുടെ സ്വത്തൊന്ന് ഭായിച്ചു കൊടുക്ക്. വന്ന ജോലി കഴിഞ്ഞില്ലേ, ഇനി പോകാൻ നോക്ക്. ഇനി ഈ വീടിന്റെ പടി ചവിട്ടരുത്. ശരി മാഡം. കള്ളൻ, കള്ളൻ! ആരോ എന്റെ പണം അടിച്ചോണ്ട് പോയി. ആ കള്ളൻ ആരെങ്കിലും പിടിച്ചേ. കള്ളൻ എന്റെ പണവും കൊണ്ട് പോയേ. കള്ളൻ! ആരെങ്കിലും പിടിക്കുക, ആരെങ്കിലും പിടിക്കുക. കള്ളനോ? കള്ളൻ, കള്ളൻ, കള്ളൻ! കള്ളൻ എന്റെ പണവും തട്ടിപ്പറിച്ചോണ്ട് പോയി. കള്ളൻ, കള്ളൻ! ഏതോ ഒരു കള്ളൻ നിങ്ങൾ തന്ന പണത്തെ തട്ടിപ്പറിച്ചോണ്ട് പോയി. മൈ ഗോഡ്! ഏട്ടാ, അഖിൽ, ആദ്യം പോയി കള്ളനെ പിടിക്കാൻ നോക്ക്. ചെല്. എന്താടാ, എന്താ നീ നാടകം കളിക്കാണോ? ഏതോ ഒരുത്തനെ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങളുടെ കാശടിച്ച് മാറ്റാന്ന് വിചാരിച്ചല്ലേ? തന്നെ ഞാൻ മുമ്പേ സംശയിച്ചതാ. തന്റെ കള്ള ബുദ്ധി ഇങ്ങോട്ട് എടുക്കണ്ട. പറയടോ, ആരാടോ അവര്? അഖിൽ, അവനോട് വരാൻ പറയടാ, വരാൻ പറയാൻ വേഗം. ഫോൺ ചെയ്യാനാ പറഞ്ഞേ. താനല്ലേ അവരെ കാശ് കൊടുത്ത് അയച്ചത്. അവരാരാണെന്ന് അടിക്കരുത്. അയ്യോ വേണ്ടടാ. അഖിൽ, മതിയാക്കാനാ ഞാൻ പറഞ്ഞ. നിർത്ത്. ഏട്ടാ അഖിൽ, എന്താ ഇവിടെ നടക്കുന്നേ? ആരാടാ കള്ളൻ? സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന നിങ്ങളാ കള്ളന്മാര്.
പണത്തിന് വേണ്ടി എന്നെ നാടകം കളിപ്പിച്ച നിങ്ങളാണ് കള്ളന്മാര്. ഞാൻ നിങ്ങളെപ്പോലെയല്ല. സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒരിക്കലും ഞാൻ പറ്റിക്കില്ല. നിങ്ങളെപ്പോലുള്ള കള്ളന്മാരെയും ദ്രോഹികളെയുമാണ് ഞാൻ പറ്റിക്കുന്നത്. അതേടാ, അവൻ എന്റെ ആളാ. ഞാനാണ് അവനോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. എങ്ങോട്ടാടാ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നേ? ആരുടെയെങ്കിലും പണം മോഷ്ടിച്ചോണ്ട് രക്ഷപ്പെടാൻ നോക്കാണോ നീ? നിന്നെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. സർ, ഇത് മറ്റാരുടെയും പണമല്ല, സാറിന്റെ പണമാ. വാങ്ങിച്ചോ. ഇത് നമ്മുടെ കാശാണോ? അതെ സാർ, നിങ്ങളുടെ 2 മക്കള് മറ്റൊരു മകനെ പറ്റിച്ചുണ്ടാക്കിയ കാശായത്. അവര് കുഴിച്ച കുഴിയിൽ അവര് തന്നെ വീണു. ഈ നാടകത്തിൽ ഞാനും പങ്കെടുത്തതിന് എന്നോട് ക്ഷമിക്കൂ സാർ. എന്താടാ ഇതൊക്കെ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? വായ തുറന്ന് എന്തെങ്കിലും പറയടാ നീയൊക്കെ. എന്തിനാടാ ഇതൊക്കെ ചെയ്തത്? വേണ്ടച്ചാ, അവര് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. അതെന്താന്ന് വെച്ചാ അവര് പറയുന്നത് അത്ര നല്ല കാര്യങ്ങളല്ല, മൂർച്ചയുള്ള വാക്കുകളാ. അത് അച്ഛനെ, അമ്മയെ, അഭിയെ, വസുവിനെയൊക്കെ കൊല്ല ചെയ്യും. നിങ്ങളുടെ ജീവൻ പോലും അതെടുത്തെന്നിരിക്കും. എന്താ ഈ പറയുന്നത് ഭാവനെ? ചേച്ചി, ഞാൻ പറയട്ടെ വസു, ഇനി നീ എന്നെ തടയരുത്. എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ പറയാൻ അനുവദിക്ക. അമ്മേ, ഇവരെന്ത് ചെയ്തെന്നറിയാമോ? എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ഭാസ്കരേട്ടന്റെ മകളും ഒന്നും ചെയ്തിട്ടില്ല അമ്മേ. ഭാവനിച്ച് വെറുതെ ഓരോന്ന് പറയുന്നതാ. വസു, ഇനി എന്തിനാ മറച്ചു വെക്കുന്നേ? ഇനി എത്ര നാൾ അവരുടെ പാപങ്ങൾ നീ ചുമക്കും? ഇവരെ പറ്റിയുള്ള സത്യങ്ങൾ തിരിച്ചറിയാതെ ഇപ്പോഴാണ് അഭി സ്വത്തുക്കളെല്ലാം ഇവർക്ക് 2 പേർക്കും ഭാഗം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞത്. അതിന് ഇവരാരും അർഹരല്ലെന്ന് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ. കേട്ടോ നീ? ഇപ്പൊ കണ്ടില്ലേ പണത്തിന് വേണ്ടി എത്ര വലിയ നാടകമാണ് ഇവര് കളിച്ചതെന്ന്. അഭി എനിക്ക് സ്വത്തിന്റെ ഒരു ഭാഗം തരാമെന്നാണോ? അഭിയേട്ടൻ ഞങ്ങൾക്ക് സ്വത്ത് ഭാഗം വെച്ച് തരുമായിരുന്നോ? ബന്ധങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, സ്വത്തുക്കൾ വേണമെന്ന് ഇവരാഗ്രഹിക്കുന്നു. നിങ്ങൾ സ്നേഹം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഇവര് ജീവൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവനുമായിട്ട് എന്നെ കമ്പയർ ചെയ്യല്ലേ ഭാവനെ? അഭി എന്ന് പറഞ്ഞ എനിക്ക് ജീവനാണ്. വസു എനിക്ക് എന്റെ പെങ്ങളെ പോലെ. ഈ അഖില ഇതെല്ലാം ചെയ്തത്. ഈ പ്ലാനൊക്കെ ഏട്ടൻ ഉണ്ടാക്കിയിട്ട് എന്നെ പറയുന്നോ? ആക്ച്വലി ഏട്ടനാ വില്ലൻ, ഞാനൊരു പാവോ. കണക്കായിപ്പോയി. തൊണ്ടി മുതല് കയ്യോടെ പിടിച്ചുടനെ ഏട്ടനും അനിയനും പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതൊക്കെ എന്റെ തലവിധി. നീ എന്ത് പാവോന്നാടാ? സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ അഭിയും വസുവും പണം തരാത്തോണ്ട് നിനക്ക് അവരോട് ദേഷ്യമായിരുന്നു. പ്രതികാരം ചെയ്യാൻ നീ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത് ഏട്ടനാ. ഈ വീട്ടിലെ മൂത്ത ആളാണെങ്കിലും സ്ഥാനമില്ലാന്ന് കരുതി വിഷമിക്കായിരുന്നു. അഭിയേട്ടന്റെ സ്ഥാനം തട്ടിപ്പറിക്കാൻ ഏട്ടന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയല്ലേ അഭിയേട്ടനെ ഈ വീട്ടിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. വസുവിന്റെ കുഞ്ഞിനെ കൊല്ലണമെന്ന് നീയല്ലടാ തീരുമാനിച്ചത്.
നിന്നെ പോലെ ഒരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെ ആരും കാണില്ല. യഥാർത്ഥ വില്ല നീയാടാ. നിനക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്. എന്നോട് പുറത്തു പോകാൻ പറയാൻ നീ ആരാ? നീ ആദ്യം പുറത്തേക്ക് പോ. നീ എന്നെ പുറത്തേക്കാറായോ? അതേടാ, നീ പുറത്തേക്ക് പോവാൻ. അയ്യോ ഭാസ്കറെ പുറത്തേക്ക് പോകേണ്ടത് നീയാടാ പോകേണ്ടത്. പറഞ്ഞ പുറത്തു പോവാൻ. നീയാണോ പോകേണ്ടത്? നീയാ പുറത്തു പോകേണ്ടത്. ഇറങ്ങി കൈവയ്ക്കാറല്ലേ? ഓടാ ഇവിടുന്ന്. ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടാ. ഇറങ്ങി പോവാൻ. അയ്യോ, രണ്ടുപേരും തമ്മിൽ തല്ലി ചാവാൻ പോവാ. ഇറങ്ങി പോടാ. എന്നോട് പുറത്തു പോകാൻ പറയുന്നു. നിനക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ഇറങ്ങി പോവാൻ. നീ എന്റെ ദേഹത്തോടു ഇറങ്ങി പോവാൻ. അവരോട് വഴക്ക് നിർത്താൻ പറയേട്ടാ. അവസാനിച്ചു. ഇറങ്ങി പോടാ. പോവാനല്ലേ പറഞ്ഞത്? ഇറങ്ങി പോ. എന്നെ ഇങ്ങോട്ട് പോകാൻ പറയുന്നത്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങി പോവാ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. വെറുതെ വിടില്ല. ഞാനിവിടെ വച്ചേക്കില്ലല്ലോ. ഇറങ്ങി പോടാ. മോളെ വസു, വസുന്ധര, വസുന്ധര, മോളെ വസു. അച്ഛാ, വേഗം ആംബുലൻസ് വിളിക്കേ. ഒരു കുഴപ്പമില്ല. എനിക്ക് പതുക്കെ. ഡോക്ടർ, വസുന്ധരയ്ക്ക് എങ്ങനെയുണ്ട്? ഷീ ഈസ് ഫൈൻ. പക്ഷേ നിങ്ങൾക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട്. അവരുടെ ഗർഭപാത്രത്തിന് ക്ഷതം സംഭവിച്ച് ഗർഭം അലസിപ്പോയി. മറ്റൊരു ബാഡ് ന്യൂസ് കൂടിയുണ്ട്. വസുവിന് ഇനി ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല.
ഐ എം സോ സോറി. അഭി, സോറി മാഡം, നിങ്ങളുടെ ഗർഭം അലസിപ്പോയിരിക്കുന്നു. നിങ്ങൾക്കിനി ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല. അമ്മയാവാൻ പോകുന്ന തനിക്ക് അഭിനന്ദനങ്ങൾ. താൻ കുഞ്ഞിനെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ മുഖം കാണാൻ താൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ കുഞ്ഞ് ജനിച്ചതുപോലെയും തന്നോട് സംസാരിച്ചതുപോലെയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനും നമ്മുടെ കുഞ്ഞും ഏട്ടൻ എവിടെയായിരുന്നാലും ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞ ഇതാണ് സർപ്രൈസ് ഗിഫ്റ്റ്. എന്റെ അനിയൻ നല്ല ഭംഗിയായിട്ട് ജനിക്കാൻ വേണ്ടി പോസ്റ്റേഴ്സ് വാങ്ങിയിട്ട് വന്നതാ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കൂടെ ആയിരിക്കും. തനിക്ക് തരത്തേയില്ല. തന്റെ കാലുകൾ എന്താ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത്? പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസിന്റെ കാല് വീങ്ങിയിരിക്കുന്നത് സാധാരണ ആയിട്ടാ. പ്രഗ്നന്റ് ആയ ലേഡീസ് രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യുന്നത് ഹെൽത്തിന് നല്ലതാണെന്നാ പറയുന്നേ. പ്രഗ്നന്റ് ലേഡീസ് കുങ്കുമപ്പൂട്ട് കലർത്തിയ പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആരോഗ്യവും സൗന്ദര്യത്തോടു കൂടിയിരിക്കണം. ഇനി മുതൽ എനിക്ക് വേണ്ടി താനും തനിക്ക് വേണ്ടി ഞാനും എന്ന രീതിയിൽ ജീവിക്കണം. നമ്മുടെ സ്നേഹത്തിൽ പകർന്ന് ആദ്യമായി നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ ഭാവന. എന്തായി അച്ഛാ? വസുവിനിപ്പോ എങ്ങനെയുണ്ട്? അബോർഷനായി മോളെ. ഇനി അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം മോളെ. അച്ഛാ, നിങ്ങളൊന്നും മനുഷ്യരല്ല, മൃഗങ്ങളാ. മൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായവരാ രാക്ഷസന്മാർ. ഭാവനെ, എന്താ? ഒടുവിൽ നിങ്ങൾ വിചാരിച്ചത് തന്നെ സാധിച്ചു. വസുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നിങ്ങൾ കൊന്നു.
അവൾക്ക് അബോഷനായി. ഇനി അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായല്ലോ. നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടിയില്ലേ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടിയല്ലോ അല്ലേ? അബിക്ക് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന്. സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്കായി. സന്തോഷത്തോടെ രണ്ടുപേരും അനുഭവിച്ചോ. ഇനി സമാധാനത്തോടെ ജീവിക്കും. എനിക്കറിയാൻ വയ്യാത്തോട് ചോദിക്കുക, ആ സ്വത്തുക്കൾ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നേ? പാപം ചെയ്ത് കിട്ടിയ പണം കൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ അവര് പഠിത്തത്തിൽ മുന്നേറും തോന്നുന്നുണ്ടോ? ആ പണം കൊണ്ട് ദിവസവും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ ആ ആഹാരം നിങ്ങൾക്ക് ദഹിക്കുവോ?